തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ ചൊവ്വ ആചരണം മാർച്ച് 4-ന് പ്രത്യേക നിയോഗം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികത്വം വഹിക്കും. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിൽ ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ ചൊവ്വ ആചരണം മാർച്ച് 4-ന് ആരംഭിക്കും. തുടർച്ചയായി 9 ചൊവ്വാഴ്ചകളിൽ പ്രത്യേക നിയോഗം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികത്വം വഹിക്കും. നവനാൾ ചൊവ്വകളിൽ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന, പ്രത്യേക നിയോഗം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം എന്നിവ നടക്കും. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ്, കൈയുടെ അസ്ഥി, സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരുന്ന ഏഷ്യയിലെ ഏക ദേവാലയമായതിനാൽ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവ് നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലി വർഷത്തിൽ നടക്കുന്ന നവനാൾ ചൊവ്വ ആചരണത്തിലും ഊട്ടുതിരുനാളിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്ഥാടകർ എത്തിച്ചേരുമെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു. ചെട്ടിക്കാട് പള്ളിയിൽ മെയ് മാസം 13-ാം തീയതി സൗഖ്യദായകമായിട്ടുള്ള ഊട്ടുതിരുനാൾ നടത്തപ്പെടുകയാണ്. മെയ് 6-ാം തീയതി കൊടികയറ്റവും 13-ാം തീയതി തിരുനാളും 20-ാം തീയതി 8-ാം ഇടവുമായി ചൊവ്വാഴ്ചകളിൽ നമ്മൾ ആഘോഷിക്കുന്നു. ആ ഊട്ടുതിരുനാളിന് ഒരുക്കമായി 9 ചൊവ്വാഴ്ചകളിൽ നവനാൾ ചൊവ്വ ആചരണം നമ്മൾ നടത്തപ്പെടുകയാണ്. വരുന്ന ചൊവ്വാഴ്ച മാർച്ച് മാസം 4-ാം തീയതി നവനാൾ ചൊവ്വ ആചരണത്തിന് തുടക്കം കുറിക്കുകയാണ്. തുടർന്ന് വരുന്ന 8 ചൊവ്വാഴ്ചകളടക്കം 9 ചൊവ്വാഴ്ചകളിലാണ് നവനാൾ ചൊവ്വാചരണത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.